സാറ് വന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എത്ര നേരമായിട്ട് ഞാൻ ഓരോ വണ്ടിക്ക് കൈ കാണിക്കാന്നറിയോ? ഒരാള് നിർത്തുന്നില്ല. സച്ചി അവരോട് വീട്ടിൽ പോയില്ലേ? ഇല്ല സാറേ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. തനിക്കുന്നൊരു വെപ്രാളം പോലെ. എടോ, ജാമ്യം കിട്ടിയില്ലേ? പിന്നെന്തിനാ പേടിക്കുന്നേ? അതിന് സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. സാറില്ലായിരുന്നെങ്കിൽ എനിക്കിന്ന് ജാമ്യം കിട്ടില്ലായിരുന്നു. ജയിലിൽ വെച്ച് അവരെന്നെ തീർത്തേനെ. എന്റെ ജീവൻ രക്ഷിച്ചത് സാറാ. എന്നോട് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. സച്ചിക്ക് വേണ്ടി വാദിച്ചതേ അഡ്വക്കേറ്റ് ആരതി വർമ്മ. സച്ചി ഈ കേസിൽ പ്രതിയല്ല എന്നുള്ള അവരുടെ വാദം കോടതിക്ക് വിശ്വാസയോഗ്യമായി തോന്നി. പിന്നെ പോലീസ് സമർപ്പിച്ച തെളിവുകൾ അതൊക്കെ കെട്ടിച്ചമച്ചതാണെന്ന് ഏത് കോടതിക്കും മനസ്സിലാവും. അതുകൊണ്ടൊക്കെയാ തനിക്ക് ജാമ്യം കിട്ടിയത്. ഒരു നല്ല വക്കീലിനെ വെക്കാൻ പോലും കഴിവില്ലാതിരുന്ന എനിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ആരതി വർമ്മയെ ഏർപ്പാടാക്കിയത് സാറാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. യഥാർത്ഥത്തില് സാർ തന്നെ എന്നെ രക്ഷിച്ചത്. എന്റെ സച്ചി, കോടതി അങ്ങനെ ഒരു നിരപരാധിയും ശിക്ഷിക്കാൻ കൂട്ടുനിൽക്കില്ല. ആരുടെയും ഒരു ഗൂഢാലോചനയും കോടതിക്ക് മുമ്പിൽ വില പോവുകയില്ല. ആ സമയത്ത് പോലീസ് എന്നെ പിടിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ അർച്ചന എനിക്ക് തിരിച്ചു കിട്ടുമായിരുന്നു. അല്ല, സച്ചി ഇപ്പൊ എങ്ങോട്ടാ പോകുന്നേ? സിറ്റി ഹോസ്പിറ്റലിലേക്ക്. സാറേ, എന്റെ അർച്ചന അവിടെ ഉണ്ട്. ഞാനവളെ കണ്ടു. ആഹാ. എന്റെ അർച്ചന അവിടെ തന്നെയുണ്ട് സർ. എത്ര നാളത്തെ എന്റെ കാത്തിരിപ്പിന്റെ ഫലമാണ് ദൈവം അവളെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തന്നേന്നറിയോ? എന്നിട്ടും അവൾ എന്റെ കൈവിട്ടു പോയി. ആ പോലീസുകാരോട് ഞാൻ കാല് പിടിച്ച് പറഞ്ഞു സാറേ, ഞാൻ എന്റെ അർച്ചനയെ ഒന്ന് കണ്ടോട്ടെ എന്ന്. പക്ഷെ സമ്മതിച്ചില്ല. എനിക്കവളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. താൻ കണ്ടത് തന്റെ ഭാര്യ തന്നെയാണെന്ന് ഉറപ്പല്ലേ? എനിക്ക് ഒരു സംശയമില്ല സാറേ, അതെന്റെ അർച്ചന തന്നെയാ. ഒരാളോട് സാമ്യമുള്ള ഒരുപാട് പേര് ഈ ലോകത്തുണ്ട്. ഒരുപാട് പേർക്ക് ഇതുപോലെ അബദ്ധം പറ്റിയിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ സച്ചിയേട്ടാന്ന് വിളിച്ച് അവൾ എന്റെ പിന്നാലെ വരില്ലായിരുന്നല്ലോ.